ഈ നിമിഷപ്രിയയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ഭയങ്കരമായിട്ട് സഹതാപം നിമിഷപ്രിയയോട് പലരും ചൊരിയുന്നതായിട്ട് കാണുന്നുണ്ട്. സി സഹതാപം തോന്നേണ്ട കാര്യമൊന്നുമില്ല. അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പോയതിന് അവിടെ ജയിലിലായതൊന്നുമല്ല. തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നു എങ്കിൽ രക്ഷപ്പെടട്ടെ എന്നതിനപ്പുറം പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് അവരോടൊരു സഹതാപം തോന്നേണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കേസ് നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് ഈവൻ നിമിഷപ്രിയ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ ഓൺലൈൻ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓരോ വാർത്തകളും കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരവിടെ ജോലിക്ക് വേണ്ടി പോവാണ് നേഴ്സായിട്ട്. അതിനുശേഷം അവർക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്ന് തോന്നുന്നു. അതിന് അവരവിടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാളെ കണ്ടെത്തുകയാണ്. വളരെ യങ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അയാളുമായിട്ട് ചേർന്നുകൊണ്ട് ഇവരവിടെ തലാൽ അബ്ദു എന്നെങ്ങാണ്ടാണ് അയാളുടെ പേര്. അയാളുമായിട്ട് ചേർന്ന് ഇവരവിടെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുകയാണ്. യമനിൽ ആഭ്യന്തര യുദ്ധവും മറ്റുമൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് പേര് നാട്ടിലേക്ക് പോകുന്നു. ഇതിനിടയിൽ നിമിഷപ്രിയയുടെ ഭർത്താവും മകളും അവിടെ ഉണ്ടായിരുന്നു. അവരും നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബിസിനസ് പങ്കാളി എന്ന രീതിയിൽ നല്ല രീതിയിലായിരുന്നു തലാലിന്റെ ആദ്യ കാലങ്ങളിലെ പെരുമാറ്റമെന്ന് നിമിഷ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നീട് അതിന് മാറ്റം വന്നുവെന്നും തന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഈ ഒരു ബിസിനസ്സിലൂടെ കിട്ടുന്ന പണം മുഴുവൻ അയാൾ തട്ടിയെടുക്കുന്നു. അതുപോലെ തന്നെ പാസ്പോർട്ടും മറ്റ് രേഖകളുമൊക്കെ അയാൾ കൈവശപ്പെടുത്തി വയ്ക്കുന്നു. തന്നെ വിവാഹം കഴിച്ചു എന്ന് വ്യാജ രേഖകൾ ഉണ്ടാക്കുകയും പലരോടും അങ്ങനെ പറയുകയും ചെയ്യുന്നു. ഒടുവിൽ നിർബന്ധിപ്പിച്ച് വ്യാജമായിട്ട് ഇയാൾ ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റുകളും മറ്റുമൊക്കെ കാരണം മതാചാര പ്രകാരം ഇയാളുമായിട്ട് വിവാഹം നടക്കേണ്ടി വരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതിനുശേഷം രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ലാതെയാണ് ഇവർ ഇയാളെ വധിക്കുന്നതും. വധിച്ചതിന് ശേഷം ഇയാളുടെ ശരീരത്തെ പല കഷ്ണങ്ങളായിട്ട് മുറിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് നിമിഷപ്രിയയ്ക്ക് കൂട്ടാളിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകമാണ്, അല്ലാതെ അറിയാതെ പറ്റിപ്പോയതല്ല. ഇനി അഥവാ അറിയാതെ പറ്റിയതാണെങ്കിൽ തന്നെ അയാളെ കഷ്ണം കഷ്ണമായിട്ട് വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിൽ കൊണ്ടിടേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഉപേക്ഷിച്ച് വേണമെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കാമായിരുന്നു. ഇപ്പോൾ നമുക്കൊരു കോഴിയെ കൊല്ലാൻ പറ്റുമോ? സാധാരണ ഇറച്ചിവെട്ടുകാരോടല്ല ഞാൻ ചോദിക്കുന്നത്. സാധാരണ മനുഷ്യന്മാർക്ക് ഒരു കോഴിയെ കൊല്ലാൻ പറ്റുമോ? അതിനെ വെട്ടി നുറുക്കാൻ പോലും ബുദ്ധിമുട്ടാണ് പലർക്കും. അതൊരു പ്രൊഫഷനായിട്ട് കണ്ടവർക്ക് മാത്രമേ പറ്റൂ. സാധാരണ മറ്റൊരു ജീവനുള്ള ഒരു വസ്തുവിനെ ഉപദ്രവിക്കാൻ എല്ലാവർക്കും മടിയാണ്. ഒരു മനുഷ്യജീവൻ നമ്മൾ അയാളെ കൊന്നു, കൊന്നതിന് ശേഷം പിന്നെ അയാളെ വെട്ടി നുറുക്കി പലയിടത്തായി കൊണ്ടിടുക എന്ന് പറയുമ്പോൾ അത് ആ വ്യക്തിയുടെ ഉള്ളിലെ കുറ്റവാളി അല്ലെങ്കിൽ ആ ഒരു ക്രിമിനൽ മനോഭാവമാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനത്തെ ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദയയും അർഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാ കുറ്റവാളികൾക്കും അത്തരത്തിലുള്ള പരിഗണനയൊക്കെ കൊടുക്കേണ്ടി വരും. നമ്മുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കൊടുക്കാൻ കഴിയാത്ത പരിഗണന എങ്ങനെയാണ് മറ്റൊരു രാജ്യത്ത് വളരെ ക്രൂരമായ കൊലപാതകം ചെയ്ത ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുക? ഒരാളുടെ ജീവനാണ് എടുത്തത്. ആ ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവർക്കുണ്ടായത് വലിയൊരു നഷ്ടമാണ്. പിന്നെ ഇന്ത്യക്കാരി എന്ന നിലയ്ക്ക് അവരെ ഏതെങ്കിലും തരത്തിൽ മരണശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യം. പക്ഷെ അപ്പോഴും ജയിൽ ശിക്ഷയിൽ നിന്ന് അവർക്കൊരു മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നത്, അങ്ങനെ ആഗ്രഹിക്കുന്നവർ വലിയ പാപമാണ് ചെയ്യുന്നത്. കാരണം അവർ ചെയ്ത കുറ്റകൃത്യം അത്രയും വലുത് തന്നെയാണ്. അതിനെ എത്രയൊക്കെ നമ്മൾ നിസ്സാരമായി കാണാൻ ശ്രമിച്ചാലും അത് അങ്ങനെ ആകില്ല. കാരണം മറ്റൊരു രാജ്യത്ത് തൊഴിലിനായി പോയി അവിടെ തനിക്ക് ബുദ്ധിമുട്ട് നേരിട്ടാൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ കടിച്ചു തൂങ്ങേണ്ട കാര്യമില്ല. അവിടുത്തെ ഒരാളെ വിവാഹം കഴിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അയാളുമായിട്ട് കൂട്ടുകച്ചവടം നടത്താൻ പോകേണ്ട കാര്യമില്ല. നമ്മൾ ജോലി ചെയ്യാൻ പോയാൽ മര്യാദയ്ക്ക് ജോലി ചെയ്യണം. അതല്ലെങ്കിൽ അങ്ങനെയുള്ള നാട്ടിൽ പോകണം. തിരഞ്ഞെടുക്കുന്ന നാട്, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന സ്ഥലത്ത് പോകണം. യമൻ പോലത്തെ ഒരു നാട്ടിൽ പോയി അവിടെ യുദ്ധം നടക്കുമ്പോൾ പോലും പിടിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് വരുത്തി വെച്ചതാണ്. അവർക്ക് അത്രയും വിൽ പവർ ഉണ്ട്. അവരുടെ ഹസ്ബൻഡും കൊച്ചും വരെ തിരിച്ചു വന്നിട്ടും അവരോടെ നിന്നുവെങ്കിൽ അവരത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ അവരിങ്ങനെ ഒരു കൊലപാതകം ചെയ്തു എന്നുള്ളത് ഉറപ്പായും അതിക്രൂരമായ ഒരു മൈൻഡ് സെറ്റിൽ നിന്നുണ്ടായ ഒന്ന് തന്നെയാണ്. അതിന് എന്ത് കാരണം പറഞ്ഞാലും പാസ്പോർട്ട് പിടിച്ചു വെച്ചതും അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിച്ചതും പൈസ തട്ടിപ്പറിച്ചതോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വെച്ചതോ ഒരാളെ കൊല്ലാനുള്ള ഒരു റീസൺ ആണോ? സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരാളെ കൊന്നാൽ മനസ്സിലാക്കാം. ഇതൊരാൾക്ക് മരുന്ന് കൊടുത്ത് അയാളെ ഉറക്കി കിടത്തി അയാളെ കൊല്ലുക എന്ന് പറയുന്നത്, വെട്ടി നുറുക്കുക എന്ന് പറയുന്നതൊക്കെ എങ്ങനെയാണെന്നേ ഒരു സാധാരണ പ്രവൃത്തിയായിട്ട് കാണാൻ കഴിയുക. ഇവർക്ക് വേണ്ടിയിട്ട് അലമുറയിട്ട് കരയുന്ന ആളുകളോടാണ് പറയാനുള്ളത്, അവരൊരു കുറ്റവാളിയാണ്, കൊടും കുറ്റവാളിയാണ്. ഇന്ത്യക്കാരി ആയതുകൊണ്ട് അവരങ്ങനെ അല്ലാതെ ആവുന്നൊന്നുമില്ല. പിന്നെ ആകെയുള്ളത് മരണശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്നൊരു ചിന്ത മാത്രമാണ്. അതല്ലാതെ അവർ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹാനുഭൂതിയോ ദയയോ അർഹിക്കുന്നില്ല. അവരൊരു വലിയ കുറ്റവാളിയാണ്. അല്ലെങ്കിൽ അവർ അബദ്ധവശാൽ ആ കുറ്റത്തിൽ പെട്ടുപോയതാണ്. അതല്ലെങ്കിൽ അവരെ ചതിച്ചതാണ് ആരെങ്കിലും. ഇതൊന്നുമല്ല, അവരറിഞ്ഞുകൊണ്ട് കൊന്നതാണ്. ഒരാളെ കൊന്ന് വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിൽ കൊണ്ടിട്ടിട്ട് ഞാൻ പാവാണ്, ഞാൻ പാവാടാ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.